തളർന്നു കിടക്കുന്ന അച്ഛനെ ഉപേക്ഷിച്ച് മകൻ മുങ്ങി. അതുകൊണ്ട് നൈറ്റിലെ ഫുഡ് അവിടെയാണ്. അപ്പൊ ഞങ്ങള് വൈകിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഒരു ചെറിയ ബർത്ത്ഡേ ഗെറ്റ് ടുഗദർ. കഴിഞ്ഞിട്ടില്ല ഇതന്നെ ഇംഗ്ലീഷ് പേപ്പർ മറ്റേ അടുത്തിരിപ്പുണ്ടല്ലോ. തളർന്നു കിടക്കുന്ന അച്ഛനെ ഉപേക്ഷിച്ച് മകൻ മുങ്ങി. ആഹാ ഏഹേ അതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത്. ഞാനിപ്പോ പേപ്പർ നോക്കണതേ കാലത്തെ ഒന്നും ടൈം കിട്ടിയില്ല. ഇനിയിപ്പോ വൈകുന്നേരം കുക്കിംഗ് ഇല്ല. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്താഴം ഇവിടെ അല്ല. അതായത് നിനക്കറിയാലോ എവിടെയാന്ന്, വല്യപ്പയുടെ അടുത്ത് ഇന്ന് വല്യപ്പയുടെ പിറന്നാളാണ്. അതിന്റെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് നൈറ്റിലെ ഫുഡ് അവിടെയാണ്. പപ്പയുടെ അപ്പച്ചന്റെ ജ്യേഷ്ഠന്റെ മകൻ. ഞങ്ങള് ഇവള് വല്യപ്പയും മമ്മി എന്നാണ് അവർ പറയണത്. ഹസ്ബൻഡിന്റെ അപ്പച്ചന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും വീഡിയോസിൽ വല്യപ്പ മമ്മീന്ന് ഇവളോട് ഞാൻ പറയണ അവരുടെ കാര്യമാണ്. ചാച്ചനും മേരിക്കുട്ടി ചേച്ചി. അപ്പൊ ഞങ്ങള് വൈകിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഒരു ചെറിയ ബർത്ത്ഡേ ഗെറ്റ് ടുഗദർ. കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്. സ്മോളാ, വളരെ ചെറിയ. എല്ലാവരും ഒന്നും 5 സിസ്റ്റേഴ്സ് ഉണ്ട് അവിടെ. പക്ഷെ 5 പേരില് 2 പേര് ഓൾറെഡി മരിച്ചു. ഈസ്റ്ററിന്റെ അന്നാണ് ഒരാൾ മരിച്ചത്. അതിന് മുമ്പ് 2-3 വർഷം മുമ്പ് വേറൊരാൾ മരിച്ചു. ഇനി 3 പേരിലുള്ളതില് 2 പേരും ട്രാവലിങ്ങിന് പറ്റിയ സ്റ്റേജിലുള്ള പ്രായാധിക്യം കൊണ്ട്. ഒരാള് ട്രാവലിങ്ങിന് കുഴപ്പമില്ലാത്ത സ്റ്റേജാണ്, ഒരു വിഷയമില്ല. പക്ഷെ ഇപ്പൊ മകന്റെ കുട്ടികളുടെ വെക്കേഷൻ പ്രമാണിച്ച് അവര് കൂർഗ്, കൊടൈക്കനാൽ അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് 1 വീക്കിന് ട്രിപ്പ് പോയേക്കോ, നാട്ടിലില്ല. അപ്പൊ ഞങ്ങളും ഇവിടെയും കൂടി പിന്നെ വേറെ 1-2 ഫാമിലിയും കൂടെ ഉള്ള ഒരു ചെറിയ ഗെറ്റ് ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ തറവാട്ടിലെ അവരൊക്കെ കൂട്ടിയിട്ടുള്ള ചെറിയ ഇതാ. പെങ്ങന്മാരിങ്ങനെ അവര് നാട്ടിലില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ജെസ്സി ആന്റിന്ന് എപ്പോഴും ഞാൻ അവര് മോനും വൈഫും കുട്ടികളും ഒക്കെ ആയിട്ട് ട്രിപ്പ് പോയേക്കുക. 3-4 ദിവസം കഴിഞ്ഞിട്ട് അവരെത്തുള്ളൂ. അപ്പൊ ബർത്ത്ഡേ ആകുമ്പോ പിന്നെ കൂടുതൽ ദിവസം നീട്ടിവെച്ച് ഫംഗ്ഷൻ നടത്താൻ പറ്റൂല. അതുകൊണ്ടാണ് മറ്റേ മേർക്കുഞ്ഞാന്റി കുഞ്ഞിനാമാന്റി ഒക്കെ സുഖമില്ലാതിരിക്കുക. ട്രാവലിങ് പറ്റൂല അവർക്ക് കേട്ടോ. ശരി എന്നാ. അപ്പൊ നമുക്കിനി അവിടത്തേക്കുള്ള യാത്രയിൽ കാണാം. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇനി കുളിച്ചു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വേണം അങ്ങോട്ട് പോകാൻ. ശരിക്കും ഞങ്ങളുടെ അടുത്തടുത്ത വീട്. പക്ഷെ കാറിന് പോകുമ്പോ വളഞ്ഞു പോണം മാർഗം. പിന്നെ ഡ്രസ്സൊക്കെ മാറി. അതുകൊണ്ട് പതൊക്കെ ഉദാസീനതയായിട്ട് ഇങ്ങനെ ഇവിടെ ഇരിപ്പാണ്. മഴ പെയ്യൂലായിരിക്കും അല്ലേ? കാറൊക്കെ ഉണ്ട്. ചൂടിനൊരു ശമനായി കേട്ടോ. ചൂടൊക്കെ കുറഞ്ഞു, എല്ലാം കുറഞ്ഞു, ശമനായി. ഓക്കെ ഇന്ന് വേഗം ഇതൊക്കെ റെഡി ആയിട്ട് വേണം. അമ്മയ്ക്ക് വൈകുന്നേരം ഇന്ന് വലിയ സെലിബ്രേഷനാ. അതെ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പോകാനിറങ്ങി. വേറെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടില്ല കേട്ടോ. അവിടുത്തെ കാഴ്ചകൾ കാണാമെന്ന് കരുതി. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നാച്ചുറലായിട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വോയിസ് ഓവർ മാക്സിമം കുറച്ചിട്ടേ. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി രസകരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടു നോക്കിക്കോ. അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്
നമ്മുടെ വീഡിയോയിൽ എപ്പോഴും വല്യപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇടയ്ക്ക് ഒരു വീഡിയോ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പയുടെ ജ്യേഷ്ഠനും വൈഫുമാണ് കേട്ടോ വല്യപ്പയും മമ്മിയും. അപ്പോൾ അതേ വല്യപ്പയുടെ കൂടെ തന്നെ കേക്ക് നമ്മുടെ നയനക്കുട്ടിക്ക് മുറിക്കുന്നുണ്ട്. അതായത് വല്യപ്പയുടെ മകൻ്റെ കുട്ടിയാണ് നയനക്കുട്ടി, അതായത് ബിജുചാച്ചൻ്റെ കുട്ടിയാണ്. അപ്പോൾ നയനക്കുട്ടിയുടെ ബർത്ത്ഡേ വരുന്നതേ ഉള്ളൂ, ഡേറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നയനക്കുട്ടിയുടെ കൂടെ കേക്ക് മുറിക്കുന്നുണ്ടെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. അത് ശരിക്കും ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. ആ നയനയുടെ ഈ കൂട്ടത്തിലെ മുറിക്കണേന്ന് അറിഞ്ഞില്ല കേട്ടോ. അത് സാറില്ല, ഇനി ഡേറ്റ് വരണല്ലേ ഉള്ളൂ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ മൺഡേ വരണല്ലേ ഉള്ളൂ, അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ പപ്പയുടെ മാത്രം ഉണ്ടെന്നാ കരുതിയുള്ളൂ. അതാ ഇതെന്നാ അപ്പയാണോ മുറിക്കാൻ പോടെ? ഓൺലൈൻ ഓർഡർ ചെയ്താ അല്ലേ? എല്ലാവരൊക്കെ അവിടെ നിൽക്കട്ടെ. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. ഫീസായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ മീൻ ചെന്ന് വലിയ പഠിച്ചു. അപ്പേനെ അല്ലേ അമ്മ കൊടുക്കുന്നേ. ജോനക്ക് ഇഷ്ടാണോ കേക്ക്? ഇനി ഞങ്ങള് സിനിമ പിടിച്ചാലോന്ന് ആലോചിക്കുക. അത് കൊടുത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടില്ല.
അയ്യോ എനിക്ക് ഇത്രയും വലുത് വേണ്ട മമ്മി. അത്രയൊക്കെ വേണോ? അത്രയും ഭക്ഷണം കഴിക്കണം. കഴിച്ചു ദേ. അപ്പൊ ഇതിന്ന് എടുത്തോ കുറച്ച്, നമുക്ക് രണ്ടുപേർക്കും ഇത് കഴിക്കാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ഇത് കഴിക്കാം. നല്ല കേക്കാട്ടോ, നല്ല കേക്കാണ്. അപ്പോൾ എനിക്ക് 2 വലിയ പീസ് കേക്കാണ് കിട്ടിയത്. അപ്പം ഞാനും അപ്പയും കൂടെയാണ് കേട്ടോ അത് കഴിച്ചത്. അപ്പോൾ അത് കാരണം വലിയ ഹെവി ആയിട്ട് തോന്നിയില്ല. അല്ലെങ്കിലും അത് അത്ര ഹെവി ആയിരുന്നില്ല കേട്ടോ. എനിക്കത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓവർ സ്വീറ്റ് ആയിട്ടൊന്നും തോന്നിയിരുന്നില്ല. ഇനിയിപ്പോൾ എല്ലാവരും കേക്ക് കഴിക്കുന്ന ആ ഒരു സമയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നാൾ കൂടിയാണ് ക്രീം കേക്ക്സ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കണ്ട എന്ന് എനിക്ക് പറയാനായിട്ട് തോന്നിയില്ല. അതായത് എനിക്കത് ഞാനും അപ്പയും കൂടെ ഷെയർ ചെയ്ത് കഴിച്ച കാരണം അത്ര വലിയ കുഴപ്പം തോന്നിയുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിച്ച എല്ലാവരും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് വർത്താനം പറഞ്ഞിരിക്കുന്ന മൊമെൻറ്റ്സ് ആണ്. പിന്നെ ഇതേ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡിന്നറിനുള്ള ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രൈഡ് റൈസ്, അതായത് ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ കറി, ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില്ലി ചിക്കനാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തിൽ. അപ്പോൾ വെജിറ്റേറിയൻസിന് അതും യൂസ് ചെയ്യാം. പക്ഷേ ഞാനൊക്കെ എല്ലാം എടുത്തായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് വഴിയെ കാണുന്നുണ്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്. അപ്പയാണ് അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പയ്ക്ക് ഓരോരോ രീതികളൊക്കെ ഉണ്ട്. ഓരോ ഫുഡ് ഓരോ സ്ഥലത്ത് വെക്കണം എന്നുള്ള കുറച്ച് രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ ഓരോന്നൊക്കെ അറേഞ്ച് ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കണം. അത് കണ്ടിട്ട് മഞ്ജു ചേച്ചി, അതായത് വെല്ലിപ്പയുടെ മൂത്ത മോളാണ് മഞ്ജു ചേച്ചി കമൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാം. അതേ അടുത്തുണ്ട്. അല്ല, നയന ഇരിക്കണ്ട. നയനയുടെ ബർത്ത്ഡേ അല്ലേ? പിന്നെ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇരിക്കല്ലേ, പിന്നെ ഉള്ളൂ. ഹായ്. ഇത് നമ്മുടെ ബിജുചാച്ചൻ്റെ വീഡിയോയിലൊക്കെ നമ്മുടെ സ്ഥിരം കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ വെല്ലിപ്പയുടെ മകനാണ് കേട്ടോ. അത് മേടിച്ചോ? ഫാൻ ഞാൻ അവിടെ വന്നപ്പോ ഓരോ ഫാനൊക്കെ കാണിച്ചെടുത്തു. മേടിച്ചു.
ചാർജ് ചെയ്തോ? ഇവിടെ നിൽക്കുന്ന ആള് ബീച്ചാച്ചന്റെ വൈഫ്. ഇത് ഞാൻ ഏട്ടത്തിൽ നിന്നാണ് കേട്ടോ വിളിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടുമ്പോഴാണല്ലോ ഒത്തിരി വിശേഷങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗെറ്റ് ടുഗദർ കൂടിയായിരുന്നു. വിശേഷം പറഞ്ഞാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൊതുവേ അങ്ങനെയാണല്ലോ, ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവർക്കും. ഒത്തിരി നാളുകളൊക്കെ കൂടി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ആകും അത്. അപ്പോൾ അമ്മയ്ക്കും വല്യപ്പനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഓർമ്മകളൊക്കെ പങ്കുവെക്കണം എന്ന് പറഞ്ഞു. അതെ, അത് നിങ്ങൾ കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ കെട്ട് ആഗ്രപ്പേടെ കൊണ്ടുവന്നിട്ട് ആ ബോക്സ് അപ്പാടെ അങ്ങോട്ട് കൊണ്ടുവരും. ബിജുവിനും മഞ്ജുവിനും കൂടെ ബോക്സ് കാണും വെക്കാം. ഇപ്പൊ ഞാൻ എപ്പോഴും പറയും നിറച്ച ആഗ്രപ്പേടെ നിന്നെങ്കിൽ ഇവിടെ വന്നാൽ ഫോണിന്റെ പിറവത്തെ കുഴപ്പമില്ല. ചാച്ചി മേടിച്ചു വരും. ചാച്ചി മുമ്പ് ഞങ്ങൾ ആ കാലത്ത് കഴിച്ചിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന പിന്നെ കുറേ നോട്ടിന്റെ ഉണ്ട്. എന്തെങ്കിലും പറയും. പക്ഷെ റോയിച്ചാച്ചൻ കഴിക്കില്ല. ഇങ്ങനെ എല്ലാവരും ആഗ്രപ്പേടെ എപ്പോഴും ഞാൻ എപ്പോഴും പറയുമോ കുറേ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞാനും കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഇത് എല്ലാവരുടെ ഒപ്പമാണ് ഇരുന്നത് കേട്ടോ. അപ്പോഴും എന്തൊക്കെയോ വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പോൾ അതങ്ങനെയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതുപോലുള്ള ഗെറ്റ് ടുഗദേഴ്സ്. ഇനി നമുക്ക് ഫുഡൊക്കെ എല്ലാവരും ഹൈ ഒക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഫുഡൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തത് ഫ്രൈഡ് റൈസ് കുറച്ച് എടുത്തോളൂ, പിന്നെ ചിക്കനും എടുത്തു, പിന്നെ കുറച്ച് വെജിറ്റബിൾ കറി എടുത്തു. നല്ല ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. കറിയും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അമ്മ എന്താണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അമ്മ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അധികം വിശപ്പൊന്നും അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ കേക്ക് കഴിച്ചായിരുന്നല്ലോ. അപ്പോൾ വയറ് ഓൾറെഡി ഫുള്ളായിരുന്നു. എങ്കിലും പിന്നെ നമ്മൾ കഴിച്ചു കേട്ടോ. അതെ, അവസാനം നമുക്ക് ഐസ്ക്രീം ആയിരുന്നു. എനിക്ക് ഇത്തിരി മെൽട്ടായിട്ടുള്ള ഐസ്ക്രീമാണ് ഇഷ്ടം. കൂടെ അപ്പയും ഞാനുമാണ് കേട്ടോ തേൻ യൂസ് ചെയ്യുന്നത്. അപ്പയ്ക്ക് തേൻ ഇഷ്ടമായതുകൊണ്ട് അവിടെ തേൻ എപ്പോഴും ഐസ്ക്രീം എടുത്തു വെക്കുമ്പോൾ അപ്പയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കും. അപ്പോൾ ഞാനും കുറച്ച് എടുത്താണ് കേട്ടോ. അപ്പോൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ളൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. അത് നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കും നയനക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലെന്ന്. തീർച്ചയായിട്ടും കൊടുത്തു. ബർത്ത്ഡേയും നയനക്കുട്ടിയുടെ 10ാം ക്ലാസ്സിലെ റിസൾട്ടിനോടും കൂടെ ചേർത്ത് ഒരുമിച്ചാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തത്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അത് വേറൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു വന്നു. ഒരു കിറ്റുമായിട്ടാ വന്നത്. കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. റൈസും ചിക്കനും പിന്നെ കേക്കും ഐസ്ക്രീമും ഒക്കെ അവിടെ വെച്ച് എല്ലാരും കഴിച്ചു. ഇതിനോടകം വീഡിയോ കണ്ടു കാണണ്ടേ. റൈസ് ആൻഡ് ചിക്കൻ. ആ പാത്രം കൊടുക്കാന്ന് പറഞ്ഞു, വെറുതെ ഇല്ലാന്ന് പറഞ്ഞു. പിന്നല്ല, റൈസ് ചിക്കൻ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ വീണ്ടും പര്യവസാനിച്ചിരിക്കുകയാണ്. ബൈ ബൈ, സീ യു. ക്ഷീണിച്ചു അതാ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ. അപ്പം ഇനി നാളെ കാണാം കേട്ടോ. ബൈ.